അയാളായിട്ട് പോവാൻ തയ്യാറാണെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പോവാൻ ഞാൻ തയ്യാറാണ്. യൂഷ്വലി വിക്ടിംസ് സെഷൻസിൽ പറയുന്ന ഒരു കാര്യമാണിത്. ഞാൻ സ്വാതി, ബോധയിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂഷ്വലി ഞങ്ങൾ സെഷനിൽ കേൾക്കുന്ന ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയാണ്. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പോകണമെങ്കിൽ മറ്റേയാൾ, അതായത് അവരെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പോവാൻ റെഡി ആകണം. ഇത് കേൾക്കുമ്പോൾ ഒരു ചോയ്സ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഒരു ചോയ്സ് അല്ല. ദേ ആർ ട്രോമ ബോണ്ടഡ് വിത്ത് ദം ആൻഡ് ഇറ്റ്സ് ആക്ച്വലി അബൌട്ട് സർവൈവൽ. വിക്ടിംസ് വിചാരിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അവർ പോകുന്നതാണ്. ഏതൊരു റിലേഷൻഷിപ്പും ഹെൽത്തി ആയിട്ട് പോകണമെങ്കിൽ അതിൽ ഒരുപാട് എഫേർട്സ് ഇടണം എന്ന് നിത്യേന പറയുന്നവരാണ് ഞങ്ങൾ. വിക്ടിംസിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ റിലേഷൻഷിപ്പിൽ തുടക്കത്തിലുള്ള എഫേർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള എഫേർട്സ് ആണ്. അതായത് ഇത്തരത്തിലുള്ള അബ്യൂസീവ് റിലേഷൻഷിപ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് അബ്യൂസ് വഴിയല്ല. വളരെയധികം കളർഫുൾ ആയിട്ടുള്ള ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ്സോട് കൂടിയാണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ സ്റ്റാർട്ട് ആവുന്നത്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഡെയിലി കത്തെഴുതുന്ന ഒരു സർവൈവർ പറഞ്ഞൊരു കഥയെ പറ്റിയാണ്. അതായത് അദ്ദേഹത്തിന്റെ പാർട്ട്ണർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഒരു കഥ പോലെ, ഒരു കത്ത് പോലെ എല്ലാ ദിവസവും മെയിലിലേക്ക് അയക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തോ ഒരു എഫേർട്ടാണിതെന്ന്. പക്ഷെ ഇദ്ദേഹം മറ്റു പല റിലേഷൻഷിപ്പും പാരലലി കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇതേ കത്ത് അയാൾ പലർക്കും അയക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായിരിക്കും തോന്നുക, ഇയാൾ എനിക്ക് വേണ്ടി സിനിമയിൽ പോലും കാണാത്ത എഫേർട്സ് ആണല്ലോ ഇടുന്നത് എന്നായിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേന് ചെറിയ ക്രിറ്റിസിസംസിലായിരിക്കും ചിലപ്പോൾ തുടങ്ങുക. മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റും. സോ നമ്മൾ ആദ്യമൊക്കെ ഈ ക്രിറ്റിസിസംസ് ഓക്കെ ആണെന്ന് വിചാരിക്കും. പിന്നീട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചെറിയ കുറ്റങ്ങൾ തുടങ്ങി. അതായത് ആ ഒരു വലിയൊരു ഷിഫ്റ്റ് ആയിരിക്കും ഇവർക്ക് കൊടുക്കുക. മുൻപ് വളരെ കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്നീട് എല്ലാത്തിനും കുറ്റം, എല്ലാത്തിനും അബ്യൂസ്, എല്ലാത്തിനും വെർബലിയോ അല്ലെങ്കിൽ ഇമോഷണലിയോ ഉള്ള നെഗ്ലക്റ്റോ വഴക്കോ, ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും വിക്ടിംസ് കടന്നു പോകുക. ഇതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ എൻ്റെ ഒരു ക്ലയന്റ് പറഞ്ഞ എൻ്റെ ഓർമ്മയിലുള്ളത്, അതായത് വെറുതെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനാണെങ്കിൽ പോലും പാത്രത്തിൽ നിന്ന് വരുന്ന സൗണ്ട് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുറ്റപ്പെടുത്തുക. അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാവുന്ന സൗണ്ട് ഉണ്ടല്ലോ, ഭക്ഷണം ചവയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട്, അത് പറഞ്ഞ് കുറ്റപ്പെടുത്തും. പിന്നെ മാനേഴ്സ് ഇല്ല എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറ്റപ്പെടുത്തും. മോഡേൺ ആയിട്ട് വസ്ത്രം ധരിച്ചാലും ട്രഡീഷണൽ ആയിട്ട് വസ്ത്രം ധരിച്ചാലും കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മൾ അവരെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഒരു പരാതിയോ പരിഭവമോ ഒക്കെ ആൾക്കാർ പറയാൻ സാധ്യതയുണ്ടല്ലോ, അതിനെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. അങ്ങനെ ഒരു ഇന്റർമിറ്റന്റ് റീൻഫോഴ്സ്മെന്റ്, നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇന്റർമിറ്റന്റ് ആയിട്ടായിരിക്കും റീൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്തായിരിക്കും തോന്നുക, ഒരു അബ്യൂസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ കാലുപിടുത്തം, ക്ഷമ ചോദിക്കലും, മാപ്പ് പറച്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്, അബ്യൂസ് ഉണ്ട്, ഇടയ്ക്ക് ക്ഷമ ചോദിക്കലും ഉണ്ട്. ഇങ്ങനെ പോകുമ്പോഴത്തേന് ഒരു മധ്യത്തിൽ തന്നെ ഉണ്ടാവുന്ന ആ സിമിലർ പാറ്റേണിലുള്ള ഒരു വിഡ്രോവലാണ് ക്ലയന്റിന് ഫീൽ ചെയ്യുക. ഇയാൾ പോവുകയാണ് എന്ന് ചിന്തിച്ചാൽ, ഇയാൾ പോകുന്നു പറയുമ്പോഴത്തേന് അയ്യോ ഇത്രയും നാൾ ഉണ്ടായിരുന്ന വ്യക്തി അങ്ങ് പോകുന്നു. ആ ഒരു ട്രോമ കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം പോലും ഇനി ഇല്ല. ഈ വ്യക്തി പോകുന്നതാണ് അയാൾ നിൽക്കുന്നതിനേക്കാൾ പെയിൻഫുൾ എന്ന് അവർക്ക് തോന്നും. ക്ലയൻസുമായിട്ട് ഒത്തിരി സംസാരിക്കുമ്പോഴത്തേന് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ അവരുടെ മുൻപത്തെ, അതായത് റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുൻപോ ഒക്കെ പലതരത്തിലുള്ള അറ്റാച്ച്മെന്റ് വൂൺസ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഇത് ഒരു തരം ഫിയർ ഓഫ് അബാൻമെന്റ് ഇവരിൽ ഒരു പക്ഷെ ക്രിയേറ്റഡ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഫിയർ ഓഫ് അബാൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തി ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയോട് കൂടെയൊക്കെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്ക് ഈ ഭയം വളരെ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ ഇവർക്ക് ആ ഒരു ഡിസിഷൻ, അതായത് ഒരു വ്യക്തി തന്നെ ഉപേക്ഷിക്കുന്നു എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു റിജക്ഷൻ ഫീലിംഗ് ആയിരിക്കും ഉണ്ടാക്കുക. സോ അതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി കൂടെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അവരായിട്ട് ഉപേക്ഷിക്കട്ടെ. അവർ ഉപേക്ഷിക്കുന്നതിന് അവർ ഓക്കെ ഒന്നും അല്ല. അപ്പൊ അവരൊരു പ്രതീക്ഷയിലാണ്, ഇയാളിനെ ഉപേക്ഷിക്കില്ല, ഇതെന്റെ ഒരു പേടി മാത്രമാണ്, ആ പഴയ പേടികൾ പോലൊരു പേടി മാത്രമാണ് എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യാനായിട്ട്. ഓവർ ടൈം ഇങ്ങനെ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അയാളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്നതോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. കുറെ കഴിയുമ്പോഴത്തേന് വെറുതെ എല്ലാവർക്കും എന്നെ കുറ്റം പറയണത്, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് മറ്റേ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കും പ്രശ്നം, ഇങ്ങനെ കരുതി അവരെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതെയാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമുക്കൊരു സെൻസ് ഓഫ് ഏജൻസി എന്നൊക്കെ പറയില്ലേ, നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഒരു റിലേഷൻഷിപ്പ് നല്ലതോ ചീത്തയോ ആവട്ടെ, അവിടെ നിൽക്കണമോ വേണ്ടയോ എന്നൊക്കെ
ചിലപ്പോൾ തീരുമാനം നമ്മുടെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ ഒരു കഴിവ് തനിക്കുണ്ട് എന്ന് അവർക്ക് വിശ്വാസം വരില്ല. കാരണം അവരുടെ കൂടെ അവർ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, മുൻപ് അവരെ സ്നേഹിച്ചിരുന്ന സമയത്തെ പോലെ ഇപ്പൊ സ്നേഹിക്കാത്തത് ഇവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ളതായിരിക്കാം. ആ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം കൊണ്ട് ഇവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഒരു ഡിസിഷൻ ഞാൻ എടുക്കാൻ ആരാണ്, അവരാണല്ലോ എന്നെ വേണമോ വേണ്ടയോ എന്നൊക്കെ വെക്കേണ്ടത് എന്ന് ഇവർ ചിന്തിക്കും. അങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. ഇനി സെഷനുകളിൽ സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പക്ഷേ നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ എന്നേ ഉപേക്ഷിച്ച് പോയേനെ എന്ന ഡയലോഗുകള് പാർട്ട്ണറിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കും. അപ്പോൾ സ്ത്രീകൾ ഇന്റർണലൈസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം, ഞാൻ ഈ വ്യക്തിനെ എന്തൊക്കെ അബ്യൂസ് ചെയ്താലും വിട്ടിട്ട് പോവില്ല. ഇനി ചിലരോട് ചില പാർട്ട്നേഴ്സ് പറയുന്നത്, നിനക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല, എനിക്ക് ഈ ബന്ധം തന്നെ നിന്ന് കാണിക്കും എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കഷ്ടപ്പെട്ട് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യും. അതായത് ഇവരുടെ ഒരു വെർത്ത് നിൽക്കുന്നത് ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിലാണ് എന്നിവർ ഇന്റർനലൈസ് ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരിക്കലും അവർക്ക് ആ ബന്ധം വിട്ടു പോകാൻ പറ്റില്ലല്ലോ. നമ്മളെ എല്ലാരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷകൾ തന്നെയാണ്. പക്ഷെ ഒരു നാർസിസ്റ്റിക് വിക്ടിമിന് പ്രതീക്ഷകളും ഒരു പക്ഷേ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവര് ഒരു ഫസ്റ്റിലൊക്കെ കാണിക്കുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ബിഹേവിയർ എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ലവിങ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അപ്പൊ അത് ഇനിയും തിരിച്ചു വരും. ആ ബിഹേവിയർ ഈ വ്യക്തി തന്നെയാണല്ലോ അത് കൊടുത്തേക്കുന്നത്. അപ്പൊ അയാൾക്ക് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ട്, ഇങ്ങനെയും എന്നെ ടേക്ക് കെയർ ചെയ്യാൻ അറിയാം എന്നൊക്കെയുള്ള പ്രതീക്ഷകള് വിക്ടിമിന് വരും. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ഇയാൾ എപ്പോഴെങ്കിലും വന്ന് എന്നോട് ക്ഷമ ചോദിക്കുമായിരിക്കും, ആ ഒരു ക്ഷമ എനിക്ക് കിട്ടുമായിരിക്കും, എല്ലാം മറന്ന് ഒന്നും കൂടി പഴയതുപോലെ ജീവിക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലും വിക്ടിംസ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ സ്റ്റേ ചെയ്യും. ആക്ച്വലി ഇതൊരു ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ചിന്തകളെ നമ്മുടെ പെർസെപ്ഷനെയൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ആഗ്രഹമുള്ള രീതിയിൽ തന്നെ ജീവിക്കും. നമ്മൾ ഒരു കാലത്തും ഇവരെ ഉപേക്ഷിച്ച് പോവുകയും ഇല്ല, ഈ അബ്യൂസ് സഹിച്ചുകൊണ്ടും ഇരിക്കും. ചില ആളുകളുണ്ട് ഒട്ടും മിണ്ടാതെ അബ്യൂസ് അയക്കും. അങ്ങനെ മിണ്ടാതെ അബ്യൂസ് അയക്കുമ്പോഴത്തേന് ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് പറയുന്നത്, എല്ലാ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് നീ അങ്ങ് മിണ്ടാതിരുന്നാൽ മതിയല്ലോ എന്നായിരിക്കും. അപ്പോൾ എന്ത് ചെയ്താലും ഈ ഒരു സൈക്കിളിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ട് വേറെ എങ്ങോട്ട് പോയാലും ഇതേ പ്രശ്നങ്ങൾ എന്നെ വീണ്ടും ഫോളോ ചെയ്യുമെന്നൊക്കെ ഇവർക്ക് തോന്നും. അതിനേക്കാൾ ഭേദം എന്തായാലും അബ്യൂസ്ഡ് ആയി എങ്കിൽ ഇയാളുടെ അബ്യൂസ് എന്നെ സഹിച്ചാൽ പോലും ഈ അബ്യൂസിനെ ഡീൽ ചെയ്യാനുള്ള പാറ്റേൺ ഒക്കെ എനിക്ക് അറിയാം എന്നൊക്കെ ചില വിക്ടിംസ് വിചാരിക്കും. ആക്ച്വലി നിങ്ങൾക്ക് പാറ്റേൺ അറിയാം എന്നുള്ളത് കൊണ്ടല്ല, എല്ലാ മനുഷ്യരും അബ്യൂസീവും അല്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ഹെൽപ്ലെസ്നെസ്, ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല, രക്ഷപ്പെട്ടിട്ട് കാര്യവും ഇല്ല എന്ന് തോന്നുന്നതാണ്. പക്ഷേ പ്രതീക്ഷകൾക്കാൾ ഇമ്പോർട്ടൻസ് റിയാലിറ്റിക്കാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വിക്ടിം സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തി അയാളായിട്ട് പോകണമെങ്കിൽ പോട്ടെ, എന്നിട്ട് ഞാൻ ഈ റിലേഷൻഷിപ്പ് നിർത്താമെന്ന് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങളാണ് ആ വ്യക്തിയെങ്കിലും സ്വയം കുറ്റപ്പെടുത്തൽ ഏറ്റെടുക്കണ്ട. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയായിരിക്കാം ചില സമയത്ത് തോന്നുക. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല നിങ്ങൾ. ഈ പറഞ്ഞ ഒരുപാട് കാരണങ്ങൾ മേ ബി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം.